ഹലോ, ഗുഡ് മോർണിംഗ്. സമയം ഇപ്പം എത്രയായിന്നറിയാം? 10:35 കേട്ടോ. അപ്പം നമ്മളെ ചോറ് സാമ്പാർ ഒക്കെ ആയി. ഇനി മോരുണ്ട്, പപ്പടമുണ്ട്, അതൊക്കെ നമ്മൾ കഴിക്കാൻ നേരത്ത് ശരിയാക്കുള്ളൂ. പിന്നെ നമുക്ക് വേണമെങ്കിൽ മുട്ട പൊരിക്കാം. ഉണ്ണേട്ടനൊന്ന് ശനിയാഴ്ചയല്ലേ. അപ്പോൾ എൻ്റെ കുട്ടികളെല്ലാം എല്ലാവരും വർക്കിന് പോയിണ്ടാകും. കുഞ്ഞുങ്ങൾക്കൊന്നും സ്കൂളില്ല. എല്ലാവരും ഹാപ്പി ആയിട്ട് പോയോ? ചായ എല്ലാം കഴിച്ചോ? നമ്മുടെ മോനും ഉണ്ണേട്ടനൊക്കെ പോയിടാ. അപ്പം നമ്മൾ ഇന്ന് വല്ലാതെ ഒന്നും വിശേഷം പറയുന്നില്ല. എൻ്റെ കുട്ടികൾക്കൊക്കെ നാളെ ഞായറാഴ്ചയാണ്. ഞായറാഴ്ച നമുക്ക് വിശേഷമായിട്ട് വരാം കേട്ടോ. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാൻ എൻ്റെ ഹൃദയത്തിൽ തൊട്ടുകൊണ്ട് സ്നേഹം തന്നുകൊണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് കഥയിലേക്ക് പോവാം കേട്ടോ. നേരെ ഒന്നും വൈകില്ല. അപ്പം ഇന്നലെ നമ്മൾ എന്താ ജിഷ ഓടി വന്നേ അവരൊക്കെ പോവാണെന്ന് പറഞ്ഞല്ല. അപ്പം ഞാൻ നല്ല കുട്ടിയായില്ല, പെട്ടെന്ന് കഥയിലേക്ക് പോയി. അപ്പം അവർ അങ്ങനെ നടന്നുകൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ ഉണ്ടാവും പന്തൽക്കാരൊക്കെ വന്നിട്ട് പന്തലൊക്കെ പൊളിക്കാൻ തുടങ്ങി. ഒരു ഭാഗമൊക്കെ പൊളിച്ച്, ചെറിയ പന്തലാണ്, ആ മുന്നിൽ മാത്രം ഇട്ടിട്ടുള്ളൂ. അങ്ങനെ പൊളിച്ചും കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു ജഗപോക അവിടെ പോകാനുള്ള തയ്യാറെടുപ്പൊക്കെ ഒരു പന്തലൊക്കെ പൊളിച്ച് അട്ടിക്കിട്ട് കസേരയൊക്കെ അട്ടിക്കിട്ട് ജമാലോരെല്ലാം കൂടി അങ്ങനെ തൊണ്ടയിൽ കിരികിരിപ്പ് ഒക്കെ അട്ടിക്കിട്ട് ഒക്കെ റെഡിയാക്കി. അപ്പോൾ എന്നാൽ ഹരിയേട്ട നമ്മൾ 2 ദിവസമായി വന്നിട്ട്. അപ്പോൾ മനോജ് പറയും, ഇന്നെങ്കിലും ഒന്ന് പോയിട്ട് അമ്മേനെ ഇന്ന് കണ്ടിട്ട് പെട്ടെന്ന് തിരിച്ചു പോരണം, നാളെ രാവിലെ തന്നെ പോരണം. അപ്പോൾ ഞായറാഴ്ച കഴിഞ്ഞല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് പോട്ടെ ഹരിയേട്ടാന്ന് പറഞ്ഞ് അങ്ങനെ എന്നാൽ ശരിയെന്ന് പറഞ്ഞാൽ അങ്ങനെ അവർ ടാറ്റ ബൈ ബൈ പറഞ്ഞ് വണ്ടി സ്റ്റാർട്ടാക്കി. ജമാലിൻ്റെ ബാക്കിൽ മനോജ് ഇരുന്ന് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് അവരങ്ങോട്ട് പോയപ്പോണ്ടല്ലോ ചീശൻ്റെ മനസ്സിൻ്റെ എണ്ണം ഭയങ്കര. 2 ദിവസമായി എൻജോയ്മെൻറ്റിലേനി അവള്. അവനങ്ങോട്ട് പോയേ വയ്ക്കും ഒക്കെ ഭയങ്കര വിഷമമായിപ്പോട്ടോ. അവിടെ പിന്നെ ദുഃഖങ്ങൾ അങ്ങനെ വിഷമിച്ച് നിൽക്കാം. അപ്പോൾ അങ്ങനെ ഇവർ അകത്തേക്ക് ചെന്നപ്പത്തിന് പിന്നെ ലൈൻ വീട്ടിലെ ചേച്ചിമാരും 4 ആൾക്കാരുണ്ട്. അവരൊക്കെ അടക്കളയും അകമൊക്കെ അടിച്ച് വാരി അങ്ങനെ എന്താ അറിയില്ല, ഒരു ആവിയും പോക്കിയൊക്കെ. അപ്പോൾ പിന്നെ അടിച്ച് വാരി തുടച്ചൊക്കെ കൊടുക്കാൻ വിചാരിച്ചിട്ട്. അപ്പോൾ പിന്നെ ചെറിയമ്മ അങ്ങോട്ട് വന്നിട്ട് പറയും, മക്കളെ നിങ്ങൾ ഇതൊക്കെ ചെയ്യണില്ലേ? അപ്പോൾ എനിക്ക് ചെറിയമ്മൻ എന്താ അറിയോ, ഒരു പാവം നല്ലൊരു സ്ത്രീ കേട്ടോ. നിങ്ങളിതൊക്കെ ചെയ്യില്ല. ചേച്ചിമാർക്കൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ. പിന്നെ ചെറിയമ്മനെ മീനാക്ഷിയമ്മ വിളിച്ചിട്ട് അവരമ്മേൻ്റെ മാതിരി തന്നെയാണ്. ഇന്ന് ഞാനൊന്ന് അങ്ങോട്ട് ചെല്ലത്തെ. അവർക്ക് പശുവൊക്കെ ഇല്ലേ, കുറച്ച് വെള്ളമൊക്കെ കൊടുത്ത് വൈകുന്നേരമൊക്കെ ആൾക്കാർ വന്ന് അതൊക്കെ കറവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അതിൽ മുമ്പാട് എഴുതിയിട്ടുണ്ട്. അതൊക്കെ ഇങ്ങോട്ട് വെട്ടി ചുരുക്കി കഴിയുമ്പോൾ അങ്ങനെ ഞാനങ്ങോട്ട് പോട്ടെ. പിന്നെ അപ്പോൾ ആ ചേച്ചി പോയിക്കാന്ന് പറയും. അപ്പോൾ മഞ്ചറി ചെറിയ മടക്ക് ഞാനും വരാം, പിന്നെ എനിക്കൊന്ന് മേലെ എടുക്കണം എന്ന് പറയും. അപ്പം ഹരി വേഗം വരെ ഇടയെന്ന് കേൾക്കൂട്ടോ. വേഗം എന്തോ എടുത്തേക്ക് എന്തോ ഏനി. അപ്പം മുപ്പര് വേഗം അകത്തുനിന്ന് ഇങ്ങോട്ട് വന്ന് ഡൈനിയാളിലേക്ക് ഇവള് നിൽക്കണേ. അപ്പം പറയും, മുഞ്ചത് എന്താണെന്ന് നോക്കിയെന്നറിയാം. അവളങ്ങോട്ട് ചെല്ലുക, ഗിഫ്റ്റിൻ്റെ തൊല്ലേക്കൊക്കെ നോക്കി എടുത്ത് പൊതിക്കെടുത്ത്. അപ്പം അവളങ്ങോട്ട് ചെന്ന് എന്താ പറയും, നീ ഇപ്പോൾ പോകണ്ട. അപ്പോൾ പറയും, അല്ല ആരും ഞാൻ വേഗം വരിക്കും മേലിൽ കഴുകാൻ, രാവിലെ ഉടുത്തതല്ലേ. അവർ രാവിലെ ഉടുത്തതായിക്കോട്ടെ, ഈ പോണ്ട. എന്താ ഞാൻ വേഗം വരും എന്ന് പറഞ്ഞില്ലേ, നീ വരയിട്ടല്ല, ഞാൻ ഈ സാരി എടുത്തൊന്നും നല്ല കണ്ടില്ലേ മഞ്ജു. അപ്പോൾ രാവിലെ തൊട്ടുമ്പോൾ അമ്പലത്തിൽ പോയി വന്നിട്ട് ഈ നേരം വരെ കണ്ടില്ല എന്ന് ഹരി പറയണത്. പറയാം, അല്ല മനസ്സറിഞ്ഞൊന്നും കണ്ടില്ല, രാവിലെ അമ്പലത്തിൽ പോകുമ്പോൾ കണ്ട് അത്ര തന്നെ. പിന്നെ എനിക്കൊന്ന് സന്തോഷത്തോടെ കാണാൻ പറ്റില്ല, അതുകൊണ്ട് നീ ഇപ്പോൾ മാറ്റണ്ട. അപ്പോൾ പറയാം, കണ്ണന് ചന്ദനത്തിരിയൊക്കെ കത്തിക്കാൻ വിചാരിച്ചിട്ട് മേലേക്ക് വന്ന് നമ്മളെ കണ്ണനെ കൊണ്ടുവച്ച് ഇന്നലെ മാലട്ടല്ലേ, ഒന്നും കണ്ണന് ചെയ്തില്ല. ഓക്കെ നമുക്ക് ഇവിടെ ബാത്റൂമുണ്ട്, കയ്യും കാലും മുഖമൊക്കെ കഴുകാം, മേലും വേണമെങ്കിൽ കപ്പിളറി എൻ്റെ ഡ്രസ്സൊക്കെ അവിടെ ഉണ്ടാവും. പറയും, ഡ്രസ്സില്ലെങ്കിൽ എന്താ, ഹരിയേട്ടൻ്റെ മുണ്ട് ഷർട്ടും പാൻറ്റ് ഷർട്ടൊക്കെ ഉണ്ടല്ലോ അവിടെ, ഒന്ന് പോയ ഹരി കളിക്കല്ലേ എന്നറിയാം. പറയാം, എന്തായാലും എൻ്റെ മോളെ ഞാൻ ഇപ്പോൾ വിടില്ല, പോവരുത് പറയും. അപ്പം അവൾ വേറെ അറിയാത്ത പോലെ ഡൈനിങ് ഹാളിലേക്ക് വരാം. അങ്ങനെ ചെറിയമ്മമാരോടൊക്കെ പറഞ്ഞിട്ട് മക്കളെ ഈ ഭക്ഷണമൊക്കെ വേസ്റ്റ് ആക്കരുത്, നിങ്ങൾ കൊണ്ടുപോകണം കേട്ടോ. പിന്നെ ഇവിടെ വെച്ചേക്കണ്ട, ഇവിടെ ഇത്തിരി മക്കൾക്ക് മാത്രം വെച്ചാൽ മതി, ചേച്ചിക്ക് വേണ്ട, ചേച്ചി അപ്പോൾ പറയും ഇവിടെ ജിഷയ്ക്കും മഞ്ജുവിനും മാത്രം മതി, അവിടെ ഏട്ടനെ വിളിക്കാം, അവരെ ചെറിയച്ഛനെ ഏട്ടന് കഞ്ഞി വെക്കണം, അതേ ഞാനും കഴിക്കുകയുള്ളൂ. അപ്പോൾ മക്കൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കട്ടോന്ന് അറിയാം. അല്ല എല്ലാ വീട്ടിലെ ഉള്ളവരോട് അവർ ആയിക്കോട്ടെ ചേച്ചി എന്നറിയാം. അപ്പോൾ അവർക്ക് ഇന്ന് രാത്രി ഇനി ഭക്ഷണം ഒന്നും വെക്കണ്ടല്ലോ, നല്ല ഹാപ്പി ആയിട്ടാണ് പെണ്ണുങ്ങൾക്ക്. അപ്പോൾ
അങ്ങനെ അവരൊക്കെ തുടച്ച് ചെറിയമ്മ അങ്ങോട്ട് പോകും. മോളെ വാന്നറിയാം. അവർ ചെറിയമ്മ പിന്നെ ഞാൻ ഇനിയിപ്പോൾ രാത്രി വന്നിട്ട് മേല് വയ്ക്കോളാം പിന്നെ എന്നറിയും. അപ്പോൾ ജിഷ അറിയോ എനിക്ക് എഴുതാനും പഠിക്കാനൊക്കെ ഉണ്ട്, എനിക്ക് പോവേനി എന്നറിയും. അപ്പോൾ പിന്നെ ഒക്കെ ഇവിടെ നിൽക്കാനേ ഇഷ്ടമില്ല, മറ്റാൾ പോയില്ല. അപ്പോൾ ചെറിയമ്മ പറഞ്ഞേ അവളില്ലാണ്ട് ഈ മഞ്ജു വരുമ്പോൾ കൂടി പോര്, രണ്ടാളും കൂടി പോര്, എഴുതാനും പഠിക്കാനൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ എന്നറിയും. അങ്ങനെ ചെറിയമ്മ അങ്ങോട്ട് പോവുക. അപ്പോൾ ഹരിക്ക് മനസ്സിലാവും. ഹരിക്ക് എന്തടി എനിക്ക് പോവാം, അത്ര തിരക്ക്, ഇത്രയും സമയം എനിക്ക് പോകേണ്ട ചിന്തയൊന്നും ഇല്ലേനില്ല, ഭയങ്കര എഴുത്താവരുതേ എന്നറിയാം. അപ്പോൾ പിന്നെ ഓളൊന്നും ഉണ്ടില്ല, ഹരിയേട്ടൻ്റെ സ്വഭാവമൊക്കെ നല്ല അറിയാം. അപ്പോൾ അങ്ങോട്ട് തുറന്നടിച്ച് പറയും. അങ്ങനെ ചെറിയമ്മ അങ്ങോട്ട് പോയി ഈ പെണ്ണുങ്ങളെല്ലാം ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് മോനെ തോനെ വെക്കണം ഇവിടെ. അപ്പോൾ അങ്ങോട്ട് വന്നിട്ട് പറയാം, പിള്ളേരോട് പറയും മുമ്പക്ക് വേണ്ടത് എന്താ വെച്ചാൽ അവിടെ എടുത്തേച്ചോളേ, ബാക്കി ഒരുക്ക് അങ്ങോട്ട് കൊടുത്തേക്ക്, ഇവിടെ വെക്കണ്ട, നിങ്ങളിവിടെ പൊട്ടത്തിയാളായി നിൽക്കരുത്. ജിഷയുടെ അടുത്ത് പറയും അവിടെ പോയി വിവരങ്ങളൊക്കെ അന്വേഷിച്ച് പറയും, ഞാനാണായ ഞാനല്ല ഓരോട് അതെടുത്തോളി ഇതെടുത്തോളി എന്ന് പറയണ്ടേ. അങ്ങനെ ഒരു വേഗം അങ്ങോട്ട് പോയി അടുക്കളയിലേക്ക് പോയി പിന്നെ ചേച്ചിമാരൊക്കെ എടുത്തോളി, നിങ്ങൾക്ക് വേണ്ടുന്ന അടുത്തേക്ക്. അങ്ങനെ ഒരു ചെറിയ ഡവറയിൽ കുറച്ച് ചോറും കറിയും കൂട്ടുകറിയും അങ്ങനെ കുറച്ച് കണ്ട കാര്യങ്ങളൊക്കെ തിരിച്ച് അവർക്ക് ഇഷ്ടമാണ് എല്ലാം എടുത്തേച്ചപ്പോൾ ചിഷാറ് ചേച്ചി പായസം ഇച്ചിരി ആസിഡ് തെച്ച. അപ്പോൾ പായസം കുറേ ഉണ്ട്. അപ്പോൾ എന്നാലും അവളൊരു ടിഫിൻ പാത്രത്തിൽ പായസം എടുത്ത് വെച്ച്, ഒരു അടുക്ക് പാത്രം, ടിഫിൻ പാത്രം ഒന്നുമില്ല അവിടെ. പിന്നെ ചാക്കം കെട്ടിലുണ്ടോയെന്ന് അറിയില്ല, നമ്മൾ ചാക്കം കെട്ടൊക്കെ ഒതുക്കാല്ലേ നമുക്ക്, ഒന്നും പറയണ്ട. അപ്പോൾ പിന്നെ അതൊരു ടേബിൾ മേലേക്ക് കൊണ്ടുവയ്ക്കുക, ഇനി ബാക്കിയുള്ള ചേച്ചിമാരെ കൊണ്ടുവയ്ക്കുക, എന്നാൽ ഞങ്ങൾ ഈ പാത്രത്തോടെ കൊണ്ടുപോവാം എന്ന് പറഞ്ഞാൽ അങ്ങനെ പാത്രമൊക്കെ ഞങ്ങൾ കഴുകി കൊണ്ടുവരണ്ട. അങ്ങനെ അവരതൊക്കെ എടുത്തിട്ട് പോയിട്ടോ. അവരങ്ങോട്ട് പോയതുണ്ടാവും നമ്മളെ മുറ്റത്തൊരു വണ്ടി വന്ന് നിന്നിക്കണം. അത് കാറല്ല കേട്ടോ, പിന്നെ ബൈക്ക്. അപ്പോൾ അവർ പിന്നെ ജിഷി ആദ്യം മുന്നിലേക്ക് ഓടിപ്പോയി വെക്കും. ജിഷി മഞ്ജു എല്ലാവരും കൂടി ഇങ്ങനെ വന്ന്, ആരുമില്ല, ഇവർ മൂന്നാൾ മാത്രമായിട്ട് അവിടെ. ആഹാ നല്ല സുന്ദരമായ സമയങ്ങൾ. അപ്പാര മനോജിനെ കണ്ടോണ്ടല്ലോ മറ്റാൾക്ക് വല്ല ഓണം മറന്ന മാതിരി. ഇപ്പം ഈ ഓണം വന്ന് പോയതിനെ കൊണ്ട് ഓണം വാങ്ങിട്ടിയ ഇതിലോണം എന്നൊന്നും പറഞ്ഞില്ല കേട്ടോ. അങ്ങനെ പിന്നെ മനോജ് ഇങ്ങോട്ട് കയറി വന്നു. അപ്പോൾ ഇവളറിയോ ഇതാ പോയ ആളിങ്ങോട്ട് തന്നെ വന്നിട്ട് എന്തേ ഇപ്പോൾ അപ്പം പറയും, ഓ ഒന്നുമില്ല, ഹരിയറിൻ്റെ ഡ്രസ്സ് മാറിയിടാൻ മറന്നു പോയിന്ന് പറയും. ഹരിയറ ഈ 10 വന്നത്, നമുക്കത് ഇട്ട് പോയിക്കൂടെ? പറയും ഇത് ഇട്ട് പോണേനല്ല ഹരിയേട്ടാ, ഹരിയേട്ടൻ്റെ ഡ്രസ്സല്ല വെച്ചിട്ടല്ല, എനിക്ക് ഈ പാൻറ് ഷർട്ട് ഇടാണ്ട് എനിക്ക് മുണ്ടും ഇതൊന്നും ഇട്ടിട്ടേക്ക് പിന്നെ ട്രെയിനിലൊന്ന് പോകാനൊക്കെ എനിക്ക് ഭയങ്കര ചടപ്പാണ്, അതുകൊണ്ടാണെന്ന് പറയും. അങ്ങനെ അവൻ വേഗം മുകളിലേക്ക് ഓടിപ്പോയി ഡ്രസ്സൊക്കെ ഊരി ഇട്ട് അവൻ്റെ പാൻറ് ഷർട്ടൊക്കെ ഇട്ട്, പിന്നെ പാൻറ് ഷർട്ട് എന്നാട്ടാ പറഞ്ഞത്, ജീൻസ് ഒന്നല്ല, ജീൻസൊക്കെ അയക്കും. അപ്പോൾ ഇറങ്ങി വരുമ്പോൾ പിന്നെ ജിഷനോട് അറിയാം, എടി ആ മുണ്ടും ഷർട്ടൊക്കെ ഒന്ന് ഹരിയാറിന് തിരുമ്മി കൊടുത്താക്കേണ്ടിന്ന് പെണ്ണുങ്ങളോട് അറിയണേ. അപ്പോൾ ജിഷക്കൊരു ഇത് വല്ലാത്തൊരു വന്ന പഠനം പോലെ. അപ്പോൾ ഹരി പെട്ടെന്ന് ഞാൻ പൊട്ടെ ഇറങ്ങിങ്ങാണ്ട് അവൻ വേഗം ജഗ്ഗിന്ന് രേശം വെള്ളം എടുത്തുകൊണ്ട്, ജഗ്ഗും വെള്ളമൊക്കെ ഉണ്ടാവും ടേബിൾ മേലെ. അപ്പോൾ രേശം വെള്ളം എടുത്ത് കുടിച്ചിരുന്ന് ഞാൻ പൊട്ടെ. അപ്പോൾ ഹരി ഇങ്ങനെ പറയും, എടാ നീ പോണോ? ഞാൻ പോകണ്ട, ഞാൻ എൻ്റെ അമ്മനെ കണ്ടിരിക്കുന്ന അമ്മ. എടാ ഞാൻ അടുത്താഴ്ച പോടാ, നമ്മളെ വീട്ടിൽ കൂടലൊക്കെ കഴിഞ്ഞിട്ട് ഞാനിവിടെ ഒറ്റയ്ക്ക് കിടന്നുറങ്ങണ്ടേ, ഇന്നും കൂടി ഇവിടെ കടാ, നീ അമ്മനെ നമുക്ക് കത്തെഴുതിക്കട, അടുത്ത ആഴ്ച വരാന്ന്, അതല്ല നല്ലത്. അപ്പോൾ പിന്നെ മഞ്ജു പറയും, അത് മോനെച്ചാ എന്ന് ഇവിടെ നിൽക്കുക നീ എന്ന് പറയും. അപ്പോൾ ജിഷ അങ്ങനെ ഓനങ്ങനെ നിൽക്കുന്നപ്പോൾ ജിഷനെ നിൽക്കും. അപ്പോൾ ജിഷ അറിയാം, അല്ലെങ്കിൽ ഇങ്ങനെ പറയുമ്പോൾ വല്ലാതെ പറയുമ്പോൾ വീര്യം കൂടുകയായിരിക്കട്ടെ, പോണവരങ്ങോട്ട് പോട്ടേന്ന് പറയാം. അപ്പം പറയും, ഓ നിങ്ങളെല്ലാവരും കൂടി എന്നെ ചടപ്പിച്ചാഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ ആ കസേര നീക്കിയിട്ട് അങ്ങോട്ട് ചാരിയിരിക്കും. അപ്പം നമ്മളാൾക്ക് നല്ല സന്തോഷമായിരിക്കും നമ്മളെ ജിഷയ്ക്ക്. അങ്ങനെ ഹരിമെല്ലാം വന്നിട്ട് ചോദിക്കും, എടി അനക്ക് എഴുതാനും വായിക്കാനുണ്ടെന്നല്ലേ പറഞ്ഞത്, ഈ പൊയ്ക്കോ, അപ്പം ഇവൻ വന്നേ ഇവളെ ഞാൻ അങ്ങോട്ട് കൊണ്ടാക്കിയത്. അപ്പോൾ പറയും, ഒന്ന് പോരട്ടാ, ഞാൻ പോയില്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, പിന്നെ ഇപ്പം അങ്ങനെയൊക്കെ വന്ന് പറയണമെന്ന് പറയും. അപ്പോൾ ഇവളറിയും നമുക്ക് ഗിഫ്റ്റൊക്കെ പൊട്ടിക്കാന്ന്. അപ്പോൾ ഹരിൻ്റെ പിന്നെ ഫ്രണ്ട്സുകളൊക്കെ ചെറിയ ഓരോ ഗിഫ്റ്റുകൾ കൊണ്ടുവന്നുണ്ടാവും കേട്ടോ. പിന്നെ ഹരിൻ്റെ ഓഫീസിലുള്ള പിന്നെ ഓഫീസിലല്ല ഷോപ്പിലുള്ള സ്റ്റാഫുകളാണ് ഓരോരുത്തർ കൊണ്ടുവന്നത്. പിന്നെ കുറച്ചാൾ കൂടിയിട്ട് വലിയ സീനറിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാവുക. അപ്പോൾ ഇവർ അതൊന്ന് അയച്ചു വെക്കാന്നൊക്കെ പറയാം. അപ്പോൾ അടി മഞ്ജു പറയും, പിന്നെ ഹരി ഈ ആ ചാക്കും കെട്ടെടുത്തൊന്ന് അടുക്കളയ്ക്ക് വെച്ചോണ്ട,
ആ പാത്രങ്ങളൊക്കെ ഒതുക്കി വെക്കട്ടെ. അവർക്ക് നല്ല ഓർമ്മയുണ്ട്. ഇന്ന് രാവിലെ പറഞ്ഞല്ലോ ഒന്നും എടുത്ത് വെച്ചില്ല, ഇവിടെ ആരാളെന്ന്. അപ്പം മൂലയിൽ തന്നെ കിടക്കല്ലേ. അപ്പോൾ ഹരി അപ്പോൾ നമുക്ക് ഗിഫ്റ്റ് പൊട്ടിക്കണ്ടേ ചേച്ചി അറിയാം. അപ്പോൾ അത് നിങ്ങൾ ഗിഫ്റ്റ് നിങ്ങൾ പൊട്ടിക്കും, ഞാൻ ഈ പാത്രമൊക്കെ എടുത്തേക്കട്ടെ, ഇതൊക്കെ ഒന്ന് ഒതുക്കിക്കട്ടെ. അവന് ഓരോന്നും നമുക്ക് ഓരോരുത്തർക്ക് ചെയ്താൽ വേഗം നമ്മളെ പണി കഴിഞ്ഞിട്ട് പോവാലോ അറിയാം. അപ്പോൾ ഹരി അറിയാം എന്നാ ശരി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ആ ചാക്ക അങ്ങോട്ട് വലിച്ചെടുത്തുങ്ങാണ്ട് അടുക്കള അങ്ങോട്ട് കൊണ്ടുപോയിടും. പാത്രക്കാർ വന്ന് മരിച്ചടപടയാനൊരു ഒച്ചയ്ക്കുണ്ടാവും. അപ്പോൾ പിന്നെ ഇവളെന്ത് ചെയ്യും, ഈ പാത്രം ചാക്ക് ഇങ്ങനെ കുമ്പിട്ടയച്ച് ഒക്കെ ഈ നമ്മളെ അടുക്കളൻ്റെ ഇതുണ്ടാവും വീതണ, അതിൻ്റെ മുകളിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇറകളൊക്കെ ഇങ്ങനെ അട്ടിക്കെട്ടിക്കാക്കി അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ആ റാക്കുമ്പിലെടുത്തേക്കും. ആ ചാക്കുന്നൊക്കെ എടുത്ത് റാക്കുമ്പിൽ വരിക്കി വെച്ച് ഗ്ലാസ്സുകളൊക്കെ പിന്നെ അവിടെ ഒരു ഷോക്കേസ് പോലെ ഉണ്ടാവും, അതിൻ്റെ മുകളിലൊക്കെ വെച്ച് സ്റ്റീലിൻ്റെ കുഞ്ഞു ഗ്ലാസ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ ഹരി അവരുടെ അടുത്തേക്ക് പോകും. മറ്റൊരു അടുത്തേക്ക് പോയിട്ട് പറയും, ഇങ്ങളെല്ലാം രണ്ടാളും ഇതൊക്കെ ഒന്ന് പൊട്ടിച്ച് നോക്കി, ഞാൻ എൻ്റെ തമ്പുരാട്ടിൻ്റെ അടുക്കള സാമ്രാജ്യത്തിലേക്ക് ഞാനും കൂടി ഒന്ന് പോട്ടെ എന്നറിയാം. അപ്പോൾ ഒരു ഓ ഉത്തരവ് എന്നറിയാം. ഒരിക്കൽ പിന്നെ ഒരു പോയാൽ നന്ന് പിന്നെ ഓരോ ഭാഗത്തേക്കുമ്പോൾ എന്തൊക്കെ ഇല്ല കഥയിൽ. അപ്പം നമ്മൾ ആ ഭാഗങ്ങളൊന്നും എഴുതില്ല. അപ്പം ഹരി ഇങ്ങോട്ട് വരുമ്പോൾ പിന്നെ അപ്പോഴേക്ക് പിന്നെ ഹരി അവരോട് പറയുമ്പോൾ ഇവളെന്ത് ചെയ്യും, ഡൈനിങ് ഹാളിൽ നിന്നൊരു കസാല, മരത്തിൻ്റെ കസാല ഒരേ ടേബിളിന്. അപ്പോൾ ആ കസാല വലിച്ച് അടുക്കളയിലേക്ക് കൊണ്ടുപോയിട്ട് ഇട്ടിട്ട് ആ കസാലിൻ്റെ മുകളിൽ കയറിയിട്ട് ഓള് അടുപ്പിൻ്റെ റാക്കിൻ്റെ മുകളിൽ കയറി അവിടെയുള്ള പാത്രമൊക്കെ നിർത്തിച്ചിട്ട് അവിടെ മേലെ തന്നെയാണ് നമ്മളെ ഈ റാക്ക്. അപ്പോൾ അന്നൊക്കെ ആ റാക്കുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവളെന്ത് ചെയ്ത് ഓരോ വലിയ ചെമ്പും ചെറിയ ചെമ്പൊക്കെ ആയിട്ട് ഓരോന്ന് അതിൻ്റെ മുകളിലേക്ക് ഇതിൻ്റെ മുകളിൽ കസാലിട്ട് ഈ റാക്കിൻ്റെ മുകളിൽ കയറിയിട്ട് നിന്നിട്ട് ഈ ഓരോന്നെടുത്ത് പാത്രങ്ങൾ ഇങ്ങനെ കമഴ്ത്തി അങ്ങോട്ട് നീക്കി വെക്കായിരിക്കും, ഓരോന്നായിട്ട് നീക്കി വെക്കുക. അല്ല അപ്പോൾ ഓള് കയറാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ആദ്യം സാരി ഒന്ന് പിടിച്ച് കുത്തും, എന്തായാലും പിടിച്ച് കുത്തും. അയ്യോ ഒന്നും പറയണ്ട, ഒന്നുമില്ല കേട്ടോ, ഞാൻ പിന്നെ ആരുമില്ലല്ലോ അവിടെ. അങ്ങനെ ഓള് കസാലമ്മ കയറുന്ന കുറച്ച് സമയമൊക്കെ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ നീട്ടി വലിച്ചു കൊണ്ടുപോകണ്ടാന്ന്. അപ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾക്കും ബുദ്ധിമുട്ടാവും, വായിക്കുമ്പോൾ അതൊരു സുഖം തോന്നും, പറയുമ്പോൾ ഒരു സുഖമില്ല. അങ്ങനെ ഓള് ഇതെടുത്തേക്കണേ. അപ്പോൾ ഹരി ഓരോട് വർത്താനം പറഞ്ഞു നോക്കുമ്പോൾ പിന്നെ സിറ്റൗട്ടിൽ വർത്താനം കേട്ടിട്ട് സിറ്റൗട്ടിലേക്ക് പോയി നോക്കുമ്പോൾ മീനാക്ഷിയമ്മ വന്നതേക്ക്. അപ്പം അമ്മച്ചി അടുത്ത പണിയൊക്കെ കഴിഞ്ഞാൽ എന്നാൽ കയറിക്കോന്ന് പറയാം. അവർ കയറില്ല മോനെ, ഞാൻ അവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരത്തെ വെളുക്കത്തിക്കലും ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ചെറിയച്ഛനെ പിന്നെ കഞ്ഞി വെക്കാം, വെള്ളം അടുപ്പത്ത് വെച്ച് അരിയൊക്കെ ഇടണം. മക്കളെന്തൊക്കെയാണ് എന്തൊക്കെ അവർ കൊണ്ടുപോയോ, ഭക്ഷണമൊക്കെ കൊണ്ടുപോയി, അവരൊക്കെ കൊണ്ടുപോയി പിന്നെ അമ്മച്ചി. ഇനി കുറച്ച് ഭക്ഷണം ഇവിടെ എടുത്ത് വെച്ചിങ്ങനെ അങ്ങോട്ടേക്ക് കൊണ്ടുവരാം. അവിടെ ഞാൻ ആർക്കാണ് വേണ്ടത്, അവിടെ പിന്നെ ചെറിയച്ഛന് കഞ്ഞിയൊക്കെ ഉണ്ട്, ഇനി 2 പിള്ളേരല്ലേ, അത് അവരോട് ഇവിടുന്ന് കഴിച്ചിട്ട് അങ്ങോട്ട് പോന്നേക്കാൻ പറയും. ആയിക്കോട്ടെ അമ്മച്ചി, എന്നാൽ ശരി എന്നറിയാം. എന്നാൽ ശരി. അപ്പോൾ പിന്നെ ഞാൻ കയറിയില്ല, ചെറിയച്ഛൻ കുളിക്കണ്ട്, അവരെന്താക്കണമെന്ന് ചോദിക്കും. അപ്പോൾ മനോജ് വന്നൊന്ന് ചെറിയമ്മ കണ്ടില്ല കേട്ടോ, മനോജ് പോയതാ കേട്ടത്. അപ്പോൾ ഹരി മാത്രമല്ല, ഹരിന് അത്രയ്ക്ക് വിശ്വാസം കേട്ടോ, ഒരു മോനെ പോലെ ഇഷ്ടമാണ്. അപ്പോൾ മക്കളെ ഏൽപ്പിച്ച് പോരാന്നുള്ളൊരു ഇതുണ്ട് പിന്നെ. അപ്പോൾ പിന്നെ പറയും അവർ പിന്നെ എന്താണ് പാത്രങ്ങളൊക്കെ ഇല്ലേ ആ ചാക്കികൾ, അതൊക്കെ എടുത്ത് വയ്ക്കുക. അപ്പോൾ ചെറിയ മക്കളില്ല കാര്യം മക്കൾ പിടിപാടോടുകൂടി കാര്യങ്ങൾ ചെയ്യാം. മറ്റോള് പിന്നെ ഗിഫ്റ്റൊക്കെ പൊട്ടിച്ച് ഓരോ ഭാഗത്തെടുത്ത് വെക്കുന്നുണ്ടെന്ന് പറയാം. അപ്പോൾ ആണോ എന്നാൽ ശരി, അപ്പോൾ കയറില്ലേ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ചെറിയമ്മ അങ്ങോട്ട് പോകും. അപ്പോൾ പിന്നെ അപ്പം പറയുന്ന ഭക്ഷണം കഴിച്ചിട്ട് അങ്ങോട്ടേക്ക് വിടാം, ഞാൻ അങ്ങോട്ട് ആക്കി തരേണ്ട അറിയാം. അപ്പോൾ വേണ്ട മോനെ ഓരോടി വന്നോളല്ല, കുഴപ്പമൊന്നുമില്ല ഇവിടെ എടുത്തല്ലേ എന്ന് പറയാം. അപ്പോൾ ആയിക്കോട്ടെ, അപ്പം അമ്മച്ചിക്ക് ഞാൻ വരണ്ടെന്നാണ്. അയ്യോ അങ്ങനെയില്ല, നീ എപ്പോഴും വരുന്നല്ലേ സന്ധ്യക്ക്, നീ വന്നോ. പക്ഷെ ഇന്നിപ്പോൾ ഇവിടെയാണല്ലോ സ്പെൻഡ് ചെയ്യണം, അതോട് പറഞ്ഞതാണ്. അതൊക്കെ ഞാനിപ്പോൾ സ്പെൻഡ് ചെയ്തൊക്കെ ഇപ്പോൾ ഞങ്ങൾ കുട്ടിയേട്ടാ. അങ്ങനെ ചെറിയമ്മ അങ്ങോട്ട് പോയാൽ മറ്റേ പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ചൊരു 5-8 പാത്രം കൂടി ഉള്ളു എടുത്തേക്കാൻ. അപ്പോഴേക്ക് പിന്നെ നമ്മൾ വീഡിയോ ചാഞ്ചാടി. അപ്പം ഞാൻ ഓഫാക്കി കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഇവ അടുക്കളയിലേക്ക് വരും, മറ്റവരെ പോയി വെക്കുക. അപ്പോൾ മറ്റൊരു പാവറ്റിങ്ങൾ ഓരോന്നോരോന്നായിട്ട് അട്ടിക്ക് മാറ്റി വെക്കുക. ഇത് ഇവിടെ വെക്കണം എന്നുള്ളതിൽ ഇങ്ങനെ ഓരോന്ന് നോക്കിയിട്ട് അതിന് മാറ്റി വെക്കുക. കുറേ കുഞ്ഞ് വന്നവരൊക്കെ ഗിഫ്റ്റാട്ടോ കൊടുത്തത്. പിന്നെ അപ്പോൾ പിന്നെ പിന്നെ ഇവൻ പറയുന്ന ഞാനൊന്ന് മറ്റേ അടുത്തേക്ക് എന്താ പരിപാടി എന്ന് പോയി നോക്കട്ടെ. അപ്പം ഇവിടേക്ക് ഇവൻ വരുന്ന പടന്ന് ഇവൻ ഇങ്ങോട്ടേക്ക് അടുക്കളയ്ക്ക് വന്ന പടന്ന് പോലെ വേഗം സാരി തലപ്പിട്ട് ഇങ്ങനെ പുത്തയക്കുമ്പോൾ പറയും അയക്കണ്ട ഇറങ്ങിയിട്ട് അയച്ചാൽ മതി, തടഞ്ഞു വെക്കും, ഞാനേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ, ഒരു പ്രശ്നമില്ല എന്നറിയാം. അപ്പോൾ ഓൾ അങ്ങനെ തന്നെ വെക്കുക. അപ്പോൾ ഓൾ അറിയാം ആരും അങ്ങോട്ട് ചെന്നോ, ജിഷിൻ്റെ അടുത്തേക്ക് ചെന്നോ, ഞാനിത് എടുത്ത് വെച്ചിട്ട് വേഗം അങ്ങോട്ട് വരാറിയാം. അപ്പം പറയും
അവരുടെ അടുത്ത് പോയി ഞാൻ. അപ്പം അത്രയും സമയം എവിടെയോ എന്നൊക്കെ മനസ്സിലുണ്ടാവും. പക്ഷെങ്കിലും ഒക്കെ ഇതല്ല, ആര് വരുന്നതിൻ്റെ മുന്നേ എടുത്തേക്കണം തന്നെയാണ്. വേഗം എടുത്ത് വെച്ചിട്ട് ഞാൻ വായിക്കുമ്പോൾ എഴുതിട്ടാ, വേഗം എടുത്ത് വെച്ചിട്ട് വരാ ഹരിന്നറിയും. അപ്പം പറയും അത് കുഴപ്പമില്ല, അവരവിടെ പൊട്ടിച്ച് വെക്കട്ടെ എന്ന്, നമ്മൾ ഇവിടെ ഇതെടുത്ത് വെക്കുക. അപ്പോൾ ഇത് 3-4 കൂടി ഉള്ളൂ, അതിനിപ്പോൾ എന്താ ഞാനിങ്ങോട്ട് വന്നിച്ചിട്ട് എന്താ പറയും. അപ്പോൾ മറ്റാൾ സാരിയൊക്കെ പിടിച്ചെത്തിയില്ലേ. അപ്പോൾ എന്ത് ചെയ്യും, വേഗം എന്ത് ചെയ്യും, കസേര അങ്ങോട്ട് ഈ റാക്കിൻ്റെ അടക്കളൻ്റെ അങ്ങനെ വീതണ്ട നേരെ അങ്ങോട്ട് വലിച്ചിട്ടിട്ട് അവിടെ അങ്ങോട്ട് അവൻ പോയിരുന്നിട്ട് അവളെ കാലിൻ്റെ നേരെ ഇരിക്കുക, ഒരു ചെമ്പെടുത്ത് കൊടുക്കോളായിരുന്നു. വെക്ക്, ഞാൻ ഓരോന്നോരോന്ന് എടുത്തരാറിയാം. അങ്ങനെ ഒരു ചെമ്പ് എടുത്തെടുത്ത് ഓള് വേഗം അങ്ങോട്ട് നീക്കിച്ച് വേഗം കൊണ്ട് നീക്കി വെക്കാൻ ഇറങ്ങാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെക്ക ചെയ്യും നോക്കാറ്. അപ്പോൾ പിന്നെ ഇവനെന്താ അപ്പോൾ ഓളെ പാദങ്ങളെ നോക്കണ്ട. ഓളത് വെക്കുമ്പോഴത്തേന് അടുത്ത ഡബർ അങ്ങനെ കൈമ പിടിച്ചിട്ട് ഇങ്ങനെ അവളെ പാദങ്ങൾ നോക്കുക. ആ പാദത്തിൻ്റെ ആ സൈഡൊക്കെ ഉണ്ടാവില്ല, അങ്ങനെ നല്ല റോസ് കളർ, ഇളം റോസായിട്ട് കുഞ്ഞുങ്ങളെ പാദം പോലെ നല്ല ഭംഗിക്ക് പെണ്ണിൻ്റെ പാദം ഉണ്ടാവട്ടോ. അപ്പോൾ അവൻ അങ്ങനെ അത് നോക്കുക. അപ്പോൾ ഒരു ഹരി പിന്നെ താ എന്നറിയാം. അപ്പടി ആ ഡബർ അങ്ങോട്ട് കൊടുത്തിട്ട് പിന്നെ 2 പാത്രം കൂടി ഉള്ളു. അപ്പോൾ പിന്നെ ആ നേക്കം നോക്കും. അപ്പോൾ ഒന്നിങ്ങനെ ചെരിഞ്ഞിങ്ങനെ നോക്കുമ്പോൾ ഓളിങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞിട്ടില്ല നിൽക്കണേ. ആ നേക്കൊക്കെ പിന്നെ നെയ് പോളിഷൊന്നും ഇട്ടില്ല, എന്നിട്ടും അതൊരു ലൈറ്റ് റോസിൽ അങ്ങനെ ഒരു തിളങ്ങി നിൽക്കുന്നതൊക്കെ. അപ്പോൾ ചോദിക്കുക, ഓ എന്തൊരു ഭംഗിയാണ് ഈ പാദം, പെണ്ണിൻ്റെ പാദം കാണാമെന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുക. അങ്ങനെ 3-ാമത്തെ ഡവറയും കൊടുത്ത് പിന്നെ 2 ഡവറ, 2 പാത്രമേ ഉള്ളൂ, 2 പാത്രം താതെ അത് കൊടുത്ത്. അപ്പോൾ ഓള് വേഗം അത് വെച്ചു, എനിക്ക് ആക്കത്ത് വെച്ചിവിടെ വാങ്ങിച്ചു. ആക്കത്തിലൊന്നും വെക്കണ്ട, വേഗം ഞാൻ ഇന്ന് കുഞ്ഞെടുത്തോളാം. വേണ്ട 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 പറഞ്ഞിട്ട് എടുത്തെടുത്തെടുക്കും. എടുത്തെടുത്ത് പറഞ്ഞ എന്ത് ചെയ്യുമെന്ന് പറയാം. അതെടുത്തെടുത്താൽ പിന്നെ ഒരു പാത്രം കൂടിയില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഒരു കാലങ്ങോട്ട് കാലിൻ്റെ മുകളിലുള്ള കൈ അങ്ങോട്ട് വെക്കും, ഓൻ്റെ കൈ അങ്ങോട്ട് വെക്കും, ഇങ്ങനെ പിടിക്കുക. അപ്പോൾ അവളറിയാം, ഹരി എന്താ ഹരി എന്ന് പറയാം. മിണ്ടല്ലേ, ഇനി ഒരു പാത്രം കൂടിയേ ഉള്ളൂ, ഞാൻ വികണ്ടാച്ച് പിടിക്കുക. വികൊന്നുമില്ല, അതൊക്കെ എനിക്കറിയാം, വികണ്ടാച്ചിട്ടല്ല എന്നൊക്കെ. വേഗം ആ പാത്രം എടുക്കുന്നത്, ഞാൻ ആ പാത്രം കൂടി എടുത്തെടുത്ത് പറഞ്ഞാൽ 2 പാദം കൊണ്ട് പിടിച്ചിട്ട് പിന്നെ അവൻ ചോദിക്കും, ഓളിങ്ങോട്ട് അങ്ങോട്ട് തിരിയാൻ സമയമില്ല, അങ്ങനെ പിടിച്ചേക്കും. അപ്പോൾ പറയാം ഹരി വിട്. അപ്പോൾ അവൻ പറയും വിടാ. അതിനോള് തിരിഞ്ഞിക്കും, കൈ പിടിച്ചിട്ട് തിരിഞ്ഞാൽ നേരെ പാദം നേരെ കയറി. അപ്പോൾ അങ്ങനെ കൈ വെച്ചിട്ടിരിക്കും. ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ, എന്നിട്ട് ഇറങ്ങാറിയാം. പറയാം എന്താ ഈ പാദത്തിൽ എന്താ പാദസാര ഇടാതിരുന്നത് മഞ്ജു? അപ്പോൾ അറിയാം, ഓ അപ്പോൾ ഒരു നിരാശ കേട്ടോ. അപ്പോൾ അറിയാം, ഓ പാദസാരൊക്കെ മേടിച്ചൊരാരും വേണ്ട, എന്തെങ്കിലല്ലേ പാദസാര ഇടുക. അപ്പോൾ പറയാം, മഞ്ജുവിൻ്റെ മഞ്ജുവിന് 8 മൂട മാത്രം ഉണ്ടാക്കി ഇടുന്നുണ്ടല്ലോ, എന്നിട്ട് പാദസാര മേടിച്ചൊരാളില്ല. 8 മൂട മാത്രം ഡാഡി ഉണ്ടാക്കി വെച്ചിട്ടെന്താ? പെൺകുട്ടികളെ കാലം മുതൽ പാദസാര ഇടണം, പെൺകുട്ടികൾക്ക് എന്തൊക്കെ വേണമെന്ന് അമ്മമാരല്ലേ ചിന്തിക്കുക, അമ്മമാരില്ലാത്തവർക്ക് ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പടി എന്ത് ചെയ്യുക, ഓളെ പാദങ്ങൾ 2 പിടിച്ചിങ്ങനെ ഉമ്മ വയ്ക്കും. പിന്നെ നല്ല ഉമ്മ വെച്ചിട്ട് ഇങ്ങനെ നോക്കിയിട്ട് പറയാം, ഈ പാദത്തിൽ നാളെ തന്നെ ഞാൻ പാദസാര ഇടിക്കും, ഈ ഹരിയിട്ടല്ലേ നമുക്ക് പാദസാര വാങ്ങിത്തരാറ്. പറയും മതിയെ കിന്നാരം പിള്ളേർ കേൾക്കും, നമുക്ക് ഇറങ്ങണം, അങ്ങോട്ട് നീക്കി കസാലമ്മൽ ഞാൻ ചോട്ടിട്ടാ പറയും. അങ്ങോട്ട് കസാല അങ്ങോട്ട് നീച്ചിട്ട് പിന്നെ കസാര അങ്ങോട്ട് നീക്കിയിടും. പറയും കസാല നീക്കിയിടണം. ഞാൻ അപ്പം പറയും കസാലയൊന്നും വേണ്ട, ആര്യായിട്ടുണ്ടാകുമ്പോൾ മോക്ക് എന്തിനാ കസാല? പറയും ഓ ഞാൻ അതന്നെ ആര്യനോട് ഇവിടുന്ന് അങ്ങോട്ട് പൊയ്ക്കോളാൻ പറഞ്ഞത്, ഞാൻ പോവാം, ഇങ്ങോട്ടേക്ക് ഇറങ്ങിപ്പാ എന്ന് പറയും. അപ്പോൾ പറയും വേണ്ട വേണ്ട, ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് ചാടിയാൽ കാലിലെല്ലാം കുറച്ച് ആഗ്രഹമൊക്കെ ഉണ്ട്, കാലിലെല്ലാം അടിച്ചാൽ കുഴപ്പമില്ല എന്നറിയാം. അപ്പോൾ അവസാനം സമ്മതിക്കില്ല, അവസാനം അവൾ ഇങ്ങനെ കൈ കാട്ടി കൊടുക്കുക. അപ്പോൾ അവിടെ ഇങ്ങനെ പിടിച്ച് കാട്ടിട്ട് അവളെ ഇങ്ങനെ ഇങ്ങോട്ട് ഇറക്കി ഒരാറ്റ പിടിച്ചാൽ അവളെന്തെങ്കിലും പിടിച്ച് വലിച്ച് മാറ്റിയിട്ട് അങ്ങോട്ട് കുന്തിട്ടിട്ട് അവളങ്ങോട്ട് പോകും. അപ്പോൾ ഗിഫ്റ്റ് പൊട്ടിക്കല്ലേ അവിടെ വെച്ചിട്ട്. അങ്ങനെ ഇവള് വേഗം എന്ത് ചെയ്യും, ഇവർ ഗിഫ്റ്റ് പൊട്ടിക്കുന്നിടത്തേക്ക് ഒച്ചും വിളിയൊക്കെ കൂട്ടിയിട്ട് അങ്ങോട്ട് ചെല്ലിട്ടു. ജിഷയെ കഴിഞ്ഞടി എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഇവർ പൊട്ടിക്കുന്നേക്കും. അപ്പം പൊട്ടിച്ച കഴിഞ്ഞാൽ പറയും ഇതൊക്കെ ഇച്ചിരി വലിയൊരു സീനറി, നല്ല വലിയ സീനറി ഒക്കെ ആക്കിട്ടോ, ഒരു കൊക്ക് പറക്കണതും അങ്ങനെയൊക്കെ ആയിട്ടുള്ള അന്നൊക്കെ സീനറി നല്ല ഫാഷനായിരുന്നു. ഇപ്പോൾ 2ാമത് വന്നല്ലോ സീനറി തൂക്കൽ, പിന്നെ ഇതിൻ്റെ ഇടയിൽ അങ്ങോട്ട് ഔട്ടായി പോയി ഇനി സീനറി തൂക്കലൊക്കെ. ഇപ്പോൾ 2ാമത് സീനറി ഫാഷനായി, അന്ന് അങ്ങനെയാണ് സീനറിയൊക്കെ ഭയങ്കര ഫാഷനായി. അപ്പോൾ ഇതൊക്കെ ചെയ്ത് തൂക്കിയപ്പോൾ തന്നെ തൂക്കിയാൽ നല്ല രസം ഉണ്ടാവുക എന്നൊക്കെ പറയും. അപ്പോൾ പറയും ആര്യേട്ടനോട്
ചുറ്റി ആണിയൊക്കെ എടുത്ത് തരാൻ പറയട്ടെ. എവിടെ ചേച്ചി ഹരിയേട്ടെ? അപ്പം ഹരി വന്നിട്ടുണ്ടാവില്ല, അവൾ ഉന്തിട്ട് പോകുന്നതല്ല. എന്താ അവസ്ഥ എന്ന് നോക്കട്ടെ, ഇതൊന്നും വാളിയിട്ട് കൂടി പോകുന്നതാണ്. അപ്പം പിന്നെ അവളെ ഹരിയേട്ട അവിടെ ഉണ്ടല്ലോ, സിറ്റൗട്ടിൽ അവിടെ എവിടെ ഉണ്ട് തോന്നുന്നു. ചേച്ചി പാത്രം എടുത്ത് വെച്ചു. ഞാൻ പാത്രമൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞ് ഹരിയേട്ട ചേച്ചിൻ്റെ അടുത്തേക്ക് വന്നിനില്ല. വന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ എടുത്ത് വെച്ചോണ്ടെന്ന് പറഞ്ഞിട്ട് പോയതാണ്. അപ്പോൾ ഹരിയേട്ടാന്ന് വിളിക്കും പിന്നെ ജിഷ. അപ്പോഴും മറ്റാൾ വരുന്നില്ല കേട്ടാ. അപ്പോൾ മഞ്ജുയൊക്കെ ഇത് അവിടെ പോയിന്ന്. അപ്പോൾ അവൾ മെല്ലെ അടുക്കള വന്നൊക്കെ ഉണ്ടാവും അവിടെ തന്നെ നിൽക്കണ്. അവളേക്ക് എന്തേ ഇന്നെന്തിട്ട് പോയതല്ലേ, ഞാൻ വീണില്ല. അപ്പോൾ അവളെ വീണിട്ടൊന്നുമില്ല, എനിക്കറിയാം വീണില്ലാന്ന്. ഞാൻ വീണുണ്ട്, എനിക്ക് നല്ല പറ്റിയുണ്ട്. എവിടെ പറ്റിയുണ്ട്? അതാ അങ്ങോട്ട് അവിടെ പറ്റിയിട്ട് പറ്റിയത് വെച്ച് അവിടെ ഇരുന്ന് പിള്ളേരതാ വിളിക്കുന്നത്. അവൾ അങ്ങോട്ട് പോകട്ടോ. പിന്നെ അപ്പോൾ അവൾ പിന്നെ ഇങ്ങോട്ട് തന്നെ വന്നിട്ട് പിന്നെ അവിടെ നിൽക്കിച്ചിട്ട് അവളോട്ട് ഇല്ല നേരെ സമയം പോകാനായിപ്പോയി വീട്ടിലേക്ക് നിന്നിട്ട് അവൻ്റെ കൈ പിടിച്ചിരിക്കുക. അപ്പോൾ അവരെ കൂടെ വരിക. അവരെ കൂടെ വന്ന് ആ ഗിഫ്റ്റൊക്കെ നോക്കിയൊക്കെ കഴിഞ്ഞ് പറയും ഹരിയേട്ട ഒന്ന് ഇതുമ്പൊക്കെ തോക്കണം, ഹരിയേട്ട എന്തെങ്കിലും ഒന്ന് സംഘടിപ്പിച്ചിട്ടുണ്ടോ. അങ്ങനെ എന്ത് ചെയ്യും, പിന്നെ ഇവർ പണിയൊക്കെ ചില്ലറ പണികളൊക്കെ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ അവിടെ ആണി ഇതൊക്കെ ഉണ്ടാവും, അതൊക്കെ എടുത്ത് കൊടുത്ത് പിന്നെ തൂക്കൻ്റെ ഹരിയേട്ട വാ. അപ്പോൾ അണക്കല്ലേ വലിയ ആഗ്രഹം. അപ്പോൾ കട്ടുമ്മലിരുന്നു കൊണ്ട് പറയും അണക്കല്ലേ ഇത് തൂക്കണം എന്ന് അത്ര നിർബന്ധം. പിന്നെ ഇവിടെ കിടക്കും ഹരിയേട്ട ഇതൊന്നും ഇപ്പം ചെയ്യൂല, ഒറ്റയ്ക്ക് നേരം വിളിക്കും, ഷോപ്പിലേക്ക് പോകും, ഇതൊക്കെ ഭംഗിക്ക് തൂക്കണ്ടേ. പറയാം മനോജിനെ വിളിച്ചോന്ന് അറിയാം. അങ്ങനെ എന്നാൽ ഇത് സംഘടിപ്പിച്ചോണ്ടറിയാം, അതൊക്കെ ഞാൻ ചെയ്തുതരാം. അങ്ങനെ അതൊക്കെ എടുത്തു കൊടുക്കും. അപ്പോൾ എന്ത് ചെയ്യും, വേഗം കട്ടുമ്പിലിരിക്കുക. അപ്പോൾ മഞ്ജും കട്ടുമ്പിലിരുന്ന് ഓരോന്ന് നോക്കി വയ്ക്കുക. അപ്പോൾ ഇവളറിയാം മനോജ് വാമ്പൊക്കെ തൂക്കുക. അങ്ങനെ ഒരു രണ്ടാളും കൂടി ഡൈനിങ് ഹാളിലേക്ക് പോകും. അപ്പോൾ ഇവർ ഈ മഞ്ജു ഇങ്ങനെ ഗിഫ്റ്റൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹരി എന്ത് ചെയ്യും, ഇവർ ഡൈനിങ് ഹാളിലേക്ക് പോയി അസാറിൻ്റെ മുകളിലൊക്കെ കയറി പിടിച്ച് പിന്നെ ആനി അടിക്കലും പിടിക്കലൊക്കെ. അപ്പടി ആരി എന്ത് ചെയ്യും, വേഗം ഗിഫ്റ്റൊക്കെ അങ്ങോട്ട് ഒരു സൈഡിലേക്ക് കൊണ്ട് കൈ കൊണ്ട് ഉന്തി അങ്ങോട്ട് നീക്കിയിട്ട് മഞ്ജു തലയിലേക്ക് ഇരിക്കുന്നുണ്ടാവുക. തലയിലേക്കിട്ടുണ്ടാവുക. ഒരൊറ്റ കിടപ്പ് അവളെ മടിയിലങ്ങ് കിടക്കും. കിടന്നങ്ങോട്ട് മലന്ന് കിടന്നിട്ട് അവളെ മുഖത്തേക്ക് വെക്കും. അപ്പോഴേക്കും എൻ്റെ കണ്ണടക്കില്ല. അപ്പോൾ പറയും കണ്ണടച്ച് കിടന്നാൽ കിടക്കണ്ട പറഞ്ഞില്ല, എന്നെക്കൊണ്ട് കണ്ണടക്കാണ്ട് കിടക്കുക. അപ്പോൾ എന്ത് ചെയ്യും, ഒക്കെ പാവം തോന്നിട്ടോ. അവളെന്ത് ചെയ്യും, അവൻ്റെ മുടീൻ്റെ ഉള്ളിൽ ഇങ്ങനെ കൈ ഇങ്ങനെ ഒടിക്കും. എന്നിട്ട് അവൾ ചോദിക്കും എല്ലാ കാര്യങ്ങളും വിചാരിച്ച പോലെ തന്നെ നടത്തൂല്ലേ ഹരി. അപ്പം തലോണ്ടാക്കിയിട്ട് അവൻ പറയാം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു കാര്യങ്ങളും ആഗ്രഹിച്ചില്ല, അതുകൊണ്ട് നടത്തില്ല. പിന്നെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങളും അങ്ങനെ നീങ്ങി പോകുന്നത്. പക്ഷെ ഞാൻ ആഗ്രഹിച്ച് മഞ്ജുവിനെയാണ് എൻ്റെ ജീവിതത്തിൽ. മഞ്ജുവിൽ നിന്ന് കിട്ടുന്നതെല്ലാം ഞാൻ ആഗ്രഹിക്കും, അത് ഞാൻ നടത്തിയെടുക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ശരി എന്നറിയാം. അപ്പോൾ മതിയോ, അപ്പോൾ സന്തോഷമായെന്ന് പറയാം. അപ്പോൾ അവളെ കൈ എപ്പോഴും അവൻ്റെ മുടീൻ്റെ ഉള്ളിലായിരിക്കും കേട്ടോ. അപ്പോൾ പിന്നെ നെഗം ഇങ്ങനെ നീട്ടിയതിനൊക്കെ ഇങ്ങനെ ആക്കി കൊടുക്കും. പറയും നല്ല സുഖമുണ്ട് നിൻ്റെ നെഗം കൊണ്ട് അങ്ങനെ ആക്കിയിട്ടെന്ന് പറയും. അപ്പോൾ പറയും നല്ല സുഖമുണ്ട് അല്ലേ, എന്നാൽ ശരി. നീ ചില പറയാം പിള്ളേർ വരും ഇപ്പോൾ. അപ്പോൾ പറയും പിള്ളേർ അതൊക്കെ തൂക്കിയിട്ട് ഇനിയിപ്പം വരികയാണെങ്കിലും ഇപ്പം എന്താ സാറല്ലേ. അവൻ പറയും പിന്നെ അവളറിയാം അതൊന്നും പറ്റൂല, നീക്കി ഹരി അറിയാം. അപ്പോൾ നീക്കില്ല, അമർന്ന് അങ്ങനെ അവിടെ തല വെച്ച് കിടക്കും. അപ്പോൾ അവളെന്ത് ചെയ്യും, മെല്ലനെ അവൻ്റെ തല ഇങ്ങനെ പൊന്തിച്ചകട് വെച്ചിട്ട് അവൾ നീക്കും. അങ്ങനെ അവൾ ഡൈനിങ് ഹാളിലേക്ക് പോകും. അങ്ങനെ അവിടെ തൂക്കി നല്ല ഭംഗിയും ചന്തൊക്കെ നോക്കിയൊക്കെ നല്ല ഭംഗിയുണ്ട് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടി ചടപടായിരുന്നു നമുക്ക് ഭക്ഷണം കഴിക്കാറ്. അപ്പോൾ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടാവും ചെറിയമ്മ വന്നിനി, ഞാൻ ചെറിയമ്മൻ്റെ അടുത്ത് സംസാരിക്കേനി. അപ്പോൾ ഓള് ചോദിക്കുമ്പോൾ ചോദിക്കുക എന്നിട്ട് എന്താ പറഞ്ഞു നടക്കണമെന്നാണ് ചോദിച്ചത്. അതൊക്കെ പറയാൻ പറഞ്ഞത്. അപ്പോൾ ഇറങ്ങണതിൻ്റെ മുന്നേ പിന്നെ ഇറങ്ങുന്നതിന് മുന്നേ പറയും ചെറിയമ്മ പറഞ്ഞ് ഭക്ഷണം ഒന്നും അങ്ങോട്ടേക്ക് കൊണ്ടുവരണ്ടേ, മക്കൾ ഇവിടുന്ന് കഴിച്ചിട്ട് സമയമാകുമ്പോൾ കഴിച്ചിട്ട് അങ്ങോട്ട് പോന്നോട്ടെ, പിന്നെ മക്കളെ അങ്ങോട്ട് ആക്കി തന്നേക്കേണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. അപ്പോൾ ആണോ അങ്ങനെയാണോ? അപ്പോഴേക്ക് പിന്നെ ഒക്കെ സമാധാനമായിട്ട്. അപ്പോൾ പെട്ടെന്ന് പോകേണ്ട ചെറിയമ്മൻ്റെ സമ്മതമൊക്കെ ഉണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷത്തിലാണ് പിന്നെ അവൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ഇറങ്ങണത്. അപ്പം മറ്റാളെ പിടിച്ചിറക്കണത്. അങ്ങനെ സമയം കഥ കുറേ അങ്ങോട്ട് പോയിട്ടോ. എന്നാലും ഞാൻ ഇന്നലെ കുറച്ചായിപ്പോയി. അങ്ങനെ ഇവർ പിന്നെ ഭക്ഷണം എല്ലാവരും കൂടി കഴിച്ച് പിന്നെ ജിഷപ്പന് പായസത്തിനൊക്കെ തലവേടി ഇടും. മനോജ് എനിക്ക് വേണം എന്ന് പറഞ്ഞാൽ ഓളെ പായസം കൂടി എടുത്ത് കുടിക്കണൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ ചോറൊക്കെ തിന്നു കഴിഞ്ഞ് അങ്ങനെ ഇവർ വീട്ടിലേക്ക് പോട്ടെ എന്ന് പറഞ്ഞ് പോരുമ്പോൾ ഹരി അറിയാം മനോജ് ഞാൻ ഇപ്പോൾ വരാം, ഓരോന്ന് അങ്ങോട്ടാക്കി കൊടുത്തോട്ടെ അറിയാം. അങ്ങനെ ഒരു പടി കടന്ന് അങ്ങോട്ട് പോകുമ്പോൾ മഞ്ജുവിൻ്റെ കൈ കോർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ ഓരോ അങ്ങോട്ടേക്ക് ആക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ടാറ്റാ, ലവ് യു. നല്ല നിമിഷങ്ങളൊക്കെ കഴിഞ്ഞു പോച്ച്.
ഇനി വരുന്നത്. നമുക്ക് കേട്ടും കണ്ടും കാണാം കേട്ടോ. അപ്പം നാളെയൊക്കെ എൻ്റെ വിശേഷം ഒന്നും പറയില്ല, നമ്മൾ ഒരുപാട് കഥ പറഞ്ഞില്ല. അപ്പം ഞാൻ ഇന്നലെ ഇരുന്ന് വായിച്ച് പറയണോ പറയണ്ട വെച്ചിട്ട് ഇന്നലെ ഇരുന്ന് വായിച്ച്, രാത്രി ഇരുന്ന് വായിച്ച്, ഉച്ചയ്ക്ക് ഇരുന്ന് വായിച്ച്, അങ്ങനെ 3 വട്ടം വായിച്ചു. അതുകൊണ്ട് ഇടക്കിടക്ക് പോകേണ്ടി വന്നില്ല. ഇന്നലെ നമ്മൾ കഥ പറയുമ്പോൾ ഇടക്കിടക്ക് പോയിട്ട് എനിക്ക് കഥ കേൾക്കുമ്പോൾ എനിക്ക് തന്നെ ബോറടിക്കുക. ഇടക്ക് പോവുക കണ്ണട ഇടുക, ഇടക്ക് പോവുക കണ്ണട ഇടുക, ബോറായി. അപ്പോൾ നല്ല ബോറായി ഇന്നലെ കഥ പറഞ്ഞാൽ. പിന്നെ നല്ല ഹാപ്പി ആയിട്ട് പറഞ്ഞെന്നുള്ള വിശ്വാസത്തോടെ. ലവ് യു ഉമ്മ.